ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 2 സയൻസുമായി ബന്ധപ്പെട്ട സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ സയൻസിലെ ആദ്യത്തെ ടോപ്പിക്കായ ജെർമിനേഷൻ ഓഫ് സീഡ് ഈ ഭാഗത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് സയൻസിൻ്റെ സിലബസിൽ ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന ടോപ്പിക്കിൽ വരുന്ന സബ് ടോപ്പിക്സാണ് സ്റ്റെപ്സ് ഓഫ് സീഡ് ജെർമിനേഷൻ, പ്ലാന്റ് അഡാപ്റ്റേഷൻസ്, പെസ്റ്റ് കൺട്രോൾ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേട്ടറ്റിന് പുതിയ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ നന്നായിട്ട്, ഇപ്പോൾ നിങ്ങളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, എന്നാലും ഇനി തൊട്ട് നന്നായിട്ട് പഠിച്ച് തുടങ്ങുക. ഡേറ്റ് അനൗൺസ് ചെയ്ത്, എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പം തൊട്ട് തന്നെ എല്ലാ ദിവസവും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചെടുത്തിട്ട് പോയിൻറ്റ്സൊക്കെ കുറിച്ച് വെക്കുക. അപ്പോൾ പിന്നെ ഒരു എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ എല്ലാം മനസ്സിലേക്ക് ഓടി വരും. അതല്ലാതെ എല്ലാ ഭാഗങ്ങളും കൂടെ പഠിക്കാൻ നിൽക്കാതെ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഓരോ പേജിൽ ഇങ്ങനെ പോയിൻറ്റ്സ് കുറിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ജെർമിനേഷൻ ഓഫ് സീഡ്. അപ്പോൾ ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജാങ്കുരണമാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തെ ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. ഒരു വിത്ത് മുളച്ച് പുതിയ ഒരു ചെടിയായിട്ട് മാറാം. ഇതാണ് എന്ത് പറഞ്ഞാൽ ബീജാങ്കുരണം എന്ന് പറഞ്ഞാൽ. ജെർമിനേഷൻ ഓഫ് സീഡ് അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തെ ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. ഇനി വിത്ത് മുളയ്ക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം? വായു, ജലം, അനുകൂല താപനില എന്നിവ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം. വിത്ത് മുളയ്ക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യം? വായു, ജലം, അനുകൂല താപനില എന്നിവ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമാണ്. വിത്ത് മുളച്ച് കഴിഞ്ഞാൽ വളരുന്നതിന് എന്ത് വേണം? സൂര്യപ്രകാശം, മണ്ണ് എന്നിവ വേണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ബീജാങ്കുരണത്തിന് ആവശ്യമായ ഘടകങ്ങളുടെ കൂട്ടം കണ്ടെത്തുക. അതായത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ഘടകങ്ങളുടെ കൂട്ടം കണ്ടെത്തുക. എന്താണ് ഇതിലേതാണ് കറക്റ്റ് ആൻസർ? വായു. വിത്ത് മുളയ്ക്കാൻ മണ്ണ് വേണ്ട. കാരണം നമ്മളിപ്പോൾ ടിഷ്യൂ പേപ്പറിലും ഒക്കെ നമ്മൾ വിത്ത് മുളപ്പിക്കാറുണ്ട്. ചെറുപയറിൻ്റെ വിത്തൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പറിലും മറ്റും മുളപ്പിക്കാറുണ്ട്. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ അല്ലെങ്കിൽ ബീജാങ്കുരണത്തിന് മണ്ണ് ആവശ്യമില്ല. അപ്പോൾ അതിൽ നോക്കിയേ. ഇനി സൂര്യപ്രകാശവും മണ്ണൊക്കെ വിത്ത് മുളച്ച് കഴിഞ്ഞ് വളരുന്നതിനാണ് ആവശ്യം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഡി ആണ്. വായു, ജലം, താപനില ആണ് കറക്റ്റ് ആൻസർ. വിത്ത് മുളയ്ക്കുമ്പോൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കലാണ്. ഈ റാഡിക്കലാണ് പിന്നീട് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഇനി ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായിട്ട് മാറുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ഇനി മുളയ്ക്കുന്ന വിത്തിൽ, ഇതൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജശീർഷം, ബീജപത്രങ്ങൾ, ബീജമൂലം ഇവയൊന്നുമല്ല. ആൻസർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം. ഇനി ബീജപത്രങ്ങൾ. ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ. വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് ബീജപത്രങ്ങളിലാണ്. അപ്പോൾ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ച് വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പയർ ചെടിയൊക്കെ മുളച്ച് വരുമ്പോൾ നമുക്ക് കാണാം
രണ്ട് സൈഡിലും ഇലയുടെ ആകൃതി പോലെയുള്ള കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗം ഒരിക്കലും പൊട്ടിച്ച് കളയരുത്. കാരണം ഇവർക്ക് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണുന്ന ഭാഗമാണ് ബീജപത്രങ്ങൾ. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബീജപത്രങ്ങളിലാണ്. ബീജപത്രങ്ങൾ. അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിനെ നമ്മൾ ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറയാം. സീഡ് ജെർമിനേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് സീഡ്സ് ഡെവലപ്പിംഗ് ഇൻ ടു ന്യൂ പ്ലാന്റ്. ഒരു വിത്ത് പുതിയൊരു പ്ലാന്റായിട്ട് മാറുന്നതിനെയാണ് ജെർമിനേഷൻ, സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന ഭാഗം ബീജമൂലമാണ്. ഇനി ഓപ്ഷനിൽ വേര് തണ്ടൊക്കെ തരുന്നെങ്കിലോ? അപ്പോൾ ബീജമൂലം മണ്ണിലേക്ക് വളർന്നാണ് വേരായിട്ട് മാറുന്നത്. അപ്പോൾ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്ന ഭാഗമാണ് വേര് അല്ലെങ്കിൽ ആ ബീജമൂലം വളർന്ന് വേരായിട്ട് മാറുന്നു. ഇനി വിത്ത് മുളയ്ക്കുന്ന ഘട്ടങ്ങൾ, അടുത്ത സബ് ടോപ്പിക്കാണ് വിത്ത് മുളയ്ക്കുന്ന ഘട്ടങ്ങൾ. ഇംബിബിഷൻ, ശ്വസനം, കോശവിഭജനം. ഇംബിബിഷൻ, ശ്വസനം, കോശവിഭജനം. അപ്പോൾ ഇംബിബിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജാണ്. എന്താണ്? വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഇംബിബിഷനാണ്. വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇംബിബിഷൻ. വിത്ത് വെള്ളം ആഗിരണം ചെയ്യുന്ന ഘട്ടമാണ് ഇംബിബിഷൻ. വിത്ത് മുളയ്ക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വിത്തുകൾ വേഗത്തിൽ വെള്ളം വലിച്ചെടുക്കുന്നു. ഇത് വിത്ത് കോട്ടിൻ്റെ വീക്കത്തിനും മൃദുലതയ്ക്കും കാരണമാകുന്നു. ഈ ഘട്ടമാണ് ഇംബിബിഷൻ. ഇപ്പോൾ ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ഏകദേശം 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ആവശ്യമാണ്. അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഇംബിബിഷൻ. വിത്ത് മുളയ്ക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വിത്തുകൾ വേഗത്തിൽ വെള്ളം വലിച്ചെടുക്കുന്നു. ഇത് വിത്ത് കോട്ടിൻ്റെ വീക്കത്തിനും മൃദുലതയ്ക്കും കാരണമാകുന്നു. ഈ ഘട്ടമാണ് ഇംബിബിഷൻ. രണ്ടാമത്തെ ഘട്ടം ശ്വസനം, അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. ഉപാപചയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നു. ഇപ്പോൾ ശ്വസനം വിത്തിന് ഊർജം നൽകുന്നു. വിത്ത് മുളയ്ക്കുന്നതിന് ഓക്സിജൻ അത്യാവശ്യമാണ്. ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ ആവശ്യമാണ്. പിന്നെ അതേപോലെ കോശവിഭജനം മൂന്നാമത്തെ ഘട്ടം പറഞ്ഞു. മൂന്നാമത്തേത് തൈകളുടെയും ഇളം ചെടിയുടെയും രൂപീകരണത്തിന് പ്രധാനമാണ് കോശവിഭജനം. ഇനി അടുത്ത ടോപ്പിക്കാണ്, അടുത്ത സബ് ടോപ്പിക്ക് പ്ലാന്റ് അഡാപ്റ്റേഷൻസ്. സസ്യങ്ങളുടെ അനുകൂലനങ്ങൾ. 2ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ അനുകൂലനങ്ങൾ, ജന്തുക്കളുടെ അനുകൂലനങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ അനുകൂലനങ്ങൾ. എന്താണ് അനുകൂലനങ്ങൾ എന്ന് പറഞ്ഞാൽ? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് വിവിധ മേഖലകളിൽ അതിജീവിക്കാൻ സഹായിക്കുന്നതിന് ചില പൊരുത്തപ്പെടലുകളുണ്ട്. ഇത് ചെടിയെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന സവിശേഷതകളാണ്. അല്ലെങ്കിൽ ഒരു ചെടിയെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന സവിശേഷതകളാണ് അഡാപ്റ്റേഷനുകൾ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ചുറ്റും ധാരാളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള അഡാപ്റ്റേഷനുകളാണ്. ഒരു ചെടിയെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കാൻ അനുവദിക്കുന്ന സവിശേഷതകളെയാണ് നമ്മൾ അഡാപ്റ്റേഷനുകൾ എന്ന് പറയുക. അപ്പോൾ ഒരു ജീവി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാകുന്ന ഒരു പരിണാമ പ്രക്രിയയാണ് അഡാപ്റ്റേഷൻ. ഇപ്പോൾ മരുഭൂമിയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുകൂലനങ്ങളുണ്ടാവും. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുകൂലനങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലത്ത് വളരുന്ന സസ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അനുകൂലനങ്ങളുണ്ടാവും. അപ്പോൾ അനുകൂലനം എന്താണ്? അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാകുന്ന ഒരു പരിണാമ പ്രക്രിയയാണ് അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്.
ഒരു ചെടിയെ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അനുവദിക്കുന്ന സവിശേഷതകളാണ് അഡാപ്റ്റേഷനുകൾ. എക്സാമ്പിൾ, ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ. എന്തൊക്കെയാണ് ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ അഡാപ്റ്റേഷൻ? ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ചീഞ്ഞു പോകുന്നില്ല. ഇലകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇലയുടെ മുകളിലായി മെഴുകുപോലെയുള്ള ആവരണമുണ്ട്. ഇലകളിൽ ധാരാളം വായു അറകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ജലത്തിൽ വളരുന്ന സസ്യങ്ങളുടെ അഡാപ്റ്റേഷൻ. ഇലകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. പിന്നെ അതുപോലെ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ചീഞ്ഞു പോകുന്നില്ല. ഇലയുടെ മുകളിലായി മെഴുകു പോലെയുള്ള ആവരണമുണ്ട്. ഇലകളിൽ ധാരാളം വായു അറകളുണ്ട്. ഇനി മരുഭൂമിയിലെ സസ്യങ്ങളുടെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? മരുഭൂമിയിൽ വളരുന്ന ചെടികൾക്ക് ഇലകളില്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം, ഇപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഇലകളിലൂടെയാണ് അല്ലേ? ഇവിടെ ഇലകളില്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചെടികളുടെ കാണ്ഡം ഇലകളുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി പരിഷ്കരിച്ചിരിക്കുന്നു. അവ പച്ചയും കട്ടിയുള്ളതും മാംസളവും ആയിരിക്കും. ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഇലകൾ പച്ച നിറമാണ്. അപ്പോൾ ഈ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾക്ക് ഇലകളില്ല. പക്ഷെ ഈ ചെടികളുടെ കാണ്ഡം ഇലകളുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് പരിഷ്കരിച്ചിരിക്കുന്നു. അവ പച്ചയും കട്ടിയുള്ളതും മാംസളവും ആയിരിക്കും. മരുഭൂമിയിലെ ചെടികളുടെ വേരുകൾ നീളമുള്ളതും മണ്ണിനുള്ളിൽ ആഴത്തിൽ തുളച്ചു കയറി മണ്ണിൽ നിന്നുള്ള ജലത്തെ പരമാവധി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഇലകളില്ലാത്തത് എന്തുകൊണ്ടാണ്? ശ്വസനം വഴി ഇലകളിൽ കൂടെയുള്ള ജലനഷ്ടം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇലകളില്ലാത്തപ്പം. നമുക്കറിയാം നല്ല വേനലൊക്കെ വരുമ്പോൾ ചില സസ്യങ്ങൾ നന്നായിട്ട് ഇലകൾ പൊഴിക്കാറുണ്ട്. കാരണം അത് ഇലകളിൽ കൂടി ശ്വസനം വഴി ഇലകളിൽ കൂടിയുള്ള ജലനഷ്ടം തടയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മരുഭൂമികളിലെ ചെടികൾക്ക് ഇലകൾ ഉണ്ടെങ്കിൽ തന്നെ അത് കൂർത്ത മുള്ളുകൾ പോലെയുള്ള ഇലകളായിരിക്കും. അല്ലെങ്കിൽ അത് ധാരാളം ജലം ഇലകളിൽ കൂടി ശ്വസനം വഴി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മരുഭൂമിയിൽ വളരുന്ന ചെടികൾക്ക് ഇലകളില്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം സാധ്യമല്ല. പക്ഷെ അവരുടെ കാണ്ഡം തന്നെ ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അതിനായിട്ട് അവ പച്ചയും കട്ടിയുള്ളതും മാംസളവുമായ കാണ്ഡമായിരിക്കും. വേരുകൾ നീളമുള്ളതും മണ്ണിനുള്ളിലെ ആഴത്തിൽ തുളച്ച് കയറി വളരെ ആഴത്തിൽ നിന്ന് ജലം വലിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള വേരുകൾ ഉള്ളതായിരിക്കും. ഇതാണ് മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളുടെ അനുകൂലനങ്ങൾ. ഇനി ഒരു എക്സാമ്പിൾ, കള്ളിച്ചെടിക്ക് കട്ടിയുള്ളതും മാംസളവുമായ കാണ്ഡമുണ്ട്. അതിനർത്ഥം അവയ്ക്ക് ഉള്ളിൽ വെള്ളം സംഭരിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഈ കാണ്ഡത്തിന് ഉള്ളിൽ വെള്ളം സംഭരിച്ച് വെക്കാൻ കഴിയും. ഇതിന് കട്ടിയുള്ളതും മെഴുകു പോലെയുള്ളതുമായ ചർമ്മമുണ്ട്. ഇത് ചെടിയിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തടയുന്നു. കൂടാതെ അതിൻ്റെ തൊലിയുടെ തിളങ്ങുന്ന ഉപരിതലവും താപത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ബാഷ്പീകരണം കൂടുതൽ കുറയ്ക്കുന്നു. പിന്നെ അതുപോലെ ഒരു എക്സാമ്പിളാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. വീനസ് ഫ്ലൈ ട്രാപ്പ് പോലുള്ള കീടങ്ങളെ നശിപ്പിക്കുന്ന സസ്യങ്ങൾ അവയുടെ നൈട്രജൻ്റെ കുറവ് നികത്താൻ പ്രാണികളെ ഭക്ഷിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള അനുകൂലനാണ് ഈ വീനസ് ഫ്ലൈ ട്രാപ്പിനുള്ളത്. ജലലഭ്യതയിൽ സസ്യങ്ങളുടെ അഡാപ്റ്റേഷനാണ്. ലഭ്യതയുമായി പൊരുത്തപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കി സസ്യങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹൈഡ്രോഫൈറ്റ്, ഐഗ്രോഫൈറ്റ്, മീസോഫൈറ്റ്, സീറോഫൈറ്റ്, ഹാലോഫൈറ്റുകൾ. എന്താണ് ഹൈഡ്രോഫൈറ്റുകൾ? ഭാഗികമായോ പൂർണ്ണമായോ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് ജലസസ്യങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രോഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രില്ല പോലെയുള്ള സസ്യങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെ ജലസസ്യങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രോഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. പിന്നെ അതുപോലെ എന്താണ് ഹൈഗ്രോഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ സസ്യങ്ങൾ സ്ഥിരമായി ഈർപ്പവും തണലും ഇഷ്ടപ്പെടുന്നു. ഇവയുടെ തണ്ടും വേരുകളും മൃദുവും സ്പോഞ്ച് പോലെയുള്ളതും വളർച്ച മുരടിച്ചതുമാണ്. തണ്ട് ഭൂരിഭാഗവും ഒരു ഭൂഗർഭ റൈസോമായി പരിഷ്കരിക്കപ്പെടുന്നു. അപ്പോൾ സ്ഥിരമായി ഈർപ്പവും തണലും ഇഷ്ടപ്പെടുന്ന
സസ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിസ്ഥിതിയിൽ ജീവിക്കുന്ന സസ്യങ്ങളാണ് ഹൈഗ്രോഫൈറ്റുകൾ. ഈ ചെടികൾ നനവുള്ളതും തണലുള്ളതുമായ ആവാസ വ്യവസ്ഥകളിൽ വളരുന്നതിനാൽ അവയുടെ ട്രാൻസ്പിറേഷൻ നിരക്ക് വളരെ കുറവാണ്. ഇനി മെസോഫൈറ്റുകൾ എന്താണ്? സാധാരണ ശരാശരി സാഹചര്യങ്ങളിൽ വളരാൻ കഴിയുന്ന സസ്യങ്ങളാണ് മെസോഫൈറ്റുകൾ. അവയ്ക്ക് നിലനിൽക്കാൻ ശരാശരി വെള്ളവും സ്ഥിരമായ ശരാശരി താപനിലയും ആവശ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള മിക്ക സസ്യങ്ങളും മെസോഫൈറ്റുകളാണ്. സീറോഫൈറ്റ് എന്താണ്? സെറിക് അല്ലെങ്കിൽ വരണ്ട പരിസ്ഥിതിയിൽ വളരുന്ന സസ്യങ്ങളെയാണ് സീറോഫൈറ്റുകൾ എന്ന് പറയുന്നത്. സസ്യങ്ങൾ അപര്യാപ്തമായ ജലവും ഉയർന്ന ട്രാൻസ്പിറേഷൻ നിരക്കും അഭിമുഖീകരിക്കുന്ന ഒരു സെറിക് പരിസ്ഥിതിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മരുഭൂമികൾ. പിന്നെ അതുപോലെ ഹാലോഫൈറ്റുകൾ, ഉപ്പ് രസമുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്ന സസ്യങ്ങളെ ഹാലോഫൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഉപ്പ് രസമുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേര്. ഉപ്പ് രസമുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്ന സസ്യങ്ങളെ പറയുന്ന പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്ഷനിൽ മിസോഫൈറ്റ്, ഹാലോഫൈറ്റ്, ഹൈഡ്രോഫൈറ്റ് ഇങ്ങനെയായിരിക്കും കൊടുക്കുക. സീറോഫൈറ്റുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഉപ്പ് രസമുള്ള അവസ്ഥയിൽ നിലനിൽക്കുന്ന സസ്യങ്ങളെ ഹാലോഫൈറ്റുകൾ എന്ന് പറയുന്നു. അതായത് ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹാലോഫൈറ്റുകൾ. ഇപ്പോൾ നോക്കി, ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റുകൾ. പക്ഷേ ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ എന്താണ്? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹൈഡ്രോഫൈറ്റുകൾ. ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ മീസോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ സീറോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ. ഇനി ഇവിടെ പറയുന്ന ഒരു പോയിൻ്റ്, പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോഫൈറ്റുകൾ. അപ്പോൾ ഒന്നും കൂടെ നോക്കിയേ, ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ മിസോഫൈറ്റുകൾ. ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹൈഡ്രോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ സീറോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റുകൾ. പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹീലിയോഫൈറ്റുകൾ. ഇനി അടുത്ത സബ് ടോപ്പിക്ക് പെസ്റ്റ് കൺട്രോളാണ്. എന്താണ് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ? കീടങ്ങൾ. ആവശ്യമില്ലാത്ത ഒരു കീടത്തെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരു കീടത്തെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ജൈവികമായിട്ടുള്ള ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, ഫിസിക്കൽ കൺട്രോൾ, കെമിക്കൽ കൺട്രോൾ ഉണ്ട്. കീടങ്ങളെ ഇപ്പോൾ കീടനിയന്ത്രണം അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കീടങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനമാണ് കീടനിയന്ത്രണം. അപ്പോൾ നമ്മൾ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാറുണ്ട്. രാസവസ്തുക്കളെ ഉപയോഗിച്ച് നമ്മൾ കീടങ്ങളെ തുരത്താറുണ്ട് അല്ലേ? അപ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനമാണ് കീടനിയന്ത്രണം. അപ്പോൾ ജൈവ കീടനാശിനികൾ എന്തൊക്കെയാണ്? പുകയില കഷായം, വെളുത്തുള്ളി മിശ്രിതം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമേഷൻ, മണ്ണെണ്ണ കുഴമ്പ്, തുളസിയില മിശ്രിതം, കാന്താരിമുളക് ലായനി, ഇതൊക്കെ ജൈവ കീടനാശിനികളിൽ പെടുന്നതാണ്. ഇപ്പോൾ രാസകീടനാശിനികളോ DDT, മാലത്തിയോൺ, എൻഡോസൾഫാൻ, ഫ്യൂറഡാൻ, മെറ്റാൽഡിഹൈഡ് ഇതൊക്കെ രാസകീടനാശിനികളാണ്. അപ്പോൾ നമ്മൾ ബയോളജിക്കലായിട്ട് പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിയെ നിയന്ത്രിക്കാൻ മറ്റൊരു ജീവിയെ ഉപയോഗപ്പെടുത്തുന്ന രീതി. അപ്പോൾ ഇവിടെ പറയാനുള്ള വേറൊരു പോയിൻ്റ് സംയോജിത കീടനിയന്ത്രണമാണ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിൽ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ അതിൽ സംയോജിത കീടനിയന്ത്രണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യാം. സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാതെ എന്ത് ചെയ്യുക? കീടങ്ങളുടെ പെരുകൽ തടയുക. അങ്ങനെ പെരുകൽ തടയുന്നതിലൂടെ വിളനഷ്ടം ഉണ്ടാക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക.
അങ്ങനെ ആ രീതിയിൽ ഇപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിലാണ് വിളനഷ്ടം ഉണ്ടാവുക. അപ്പോൾ അവരുടെ എണ്ണം പരിമിതപ്പെടുത്തുക. ഇതിനെയാണ് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയാം. പിന്നെ അതിൽ രാസകീടനാശിനി പ്രയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികൾ, മിത്രകീടങ്ങൾ, യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക വഴി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീടനിയന്ത്രണം സാധ്യമാക്കുന്ന രീതി. അപ്പോൾ സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കാൻ ശ്രമിക്കുക എന്നതിന് പകരം കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് സംയോജിത കീടനിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രാസകീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ച് ജൈവ കീടനാശിനികളുടെ ഉപയോഗം കൂട്ടുക. ഇതാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്, മിത്രകീടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, യാന്ത്രിക കീടനിയന്ത്രണം അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ആ മിത്രകീടങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? കീടങ്ങളെ ആഹാരമാക്കുന്നവയും കീടങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന ജീവികളെയും അതേപോലെ കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്ന ജീവികളെയും നമുക്ക് കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കാം. അതാണ് മിത്രകീടങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ യാന്ത്രിക കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ ഉപകരണങ്ങളുടെയോ കെണികൾ, ഇപ്പോൾ എലിക്കണി അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ കെണികൾ വെക്കാറുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ഉപകരണങ്ങളുടെയോ കെണികളുടെയോ സഹായത്തോടെ കീടങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് യാന്ത്രിക കീടനിയന്ത്രണം. നമ്മൾ ടൈപ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആണ് പറയുന്നത്. ഹെർബിസൈഡ്സ് യൂസ് ടു കൺട്രോൾ പ്ലാന്റ്സ്, ഫംഗിസൈഡ്സ് യൂസ് ടു കൺട്രോൾ ഫംഗി, റോഡൻറ്റിസൈഡ്സ് യൂസ് ടു കൺട്രോൾ റോഡൻസ്, ഏവിസൈഡ്സ് ഫോർ ബേർഡ്സ്, ബാക്ടീരിസൈഡ്സ് യൂസ് ടു കൺട്രോൾ ബാക്ടീരിയ, ഇൻസെക്ടിസൈഡ് യൂസ് ടു കൺട്രോൾ ഇൻസെക്ട്. ടൈപ്സ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഇപ്പോൾ ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കളനാശിനികളാണ്. യൂസ് ടു കൺട്രോൾ പ്ലാന്റ്സ്, അതായത് ഇപ്പോൾ നമുക്ക് വേണ്ട നമ്മൾ കൃഷി ചെയ്യുന്ന സസ്യങ്ങളുടെ ഇടയിലൂടെ ആവശ്യമില്ലാത്ത സസ്യങ്ങൾ വളരുമ്പോൾ അവയെ നശിപ്പിക്കുന്നത്. ഹെർബിസൈഡ്സ് യൂസ് ടു കൺട്രോൾ കളനാശിനികൾ. ഫംഗിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കുമിൾ നാശിനി എന്ന് പറയും, അതായത് ഫംഗസിനെയൊക്കെ തുരത്താനുള്ള കുമിൾ നാശിനികൾ. റോഡൻറ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ യൂസ് ടു കൺട്രോൾ റോഡൻസ്, ഇപ്പോൾ എലിയെ കൊല്ലുന്ന വിഷമൊക്കെ റോഡൻറ്റിസൈഡ്. ഏവിസൈഡ്സ് ഫോർ ബേർഡ്സ്. ബാക്ടീരിസൈഡ്സ് എന്ന് പറഞ്ഞാൽ യൂസ് ടു കൺട്രോൾ ബാക്ടീരിയ നാശിനി. ഇൻസെക്ടിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിനെയൊക്കെ നശിപ്പിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഒരു നോട്ട്ബുക്കിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ എഴുതി വയ്ക്കുക. ഇനി സയൻസിൻ്റെ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.